പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ മകനെ, മകളെ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ദിവ്യകാരുണ്യേശോയുടെ അനുഗ്രഹം സ്വീകരിക്കുകയും അവിടുത്തെ ദിവ്യവചനം ധ്യാനിക്കുകയും ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ നഥാനിയേലിനെ നോക്കി പറയുകയാണ്, ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഈശോ നഥാനിയേലിനെ നിഷ്കപടൻ എന്ന് വിളിച്ച് പ്രശംസിക്കുകയാണ്. പ്രിയ മകനെ, മകളെ, ഈശോ നമ്മെ എല്ലാവരെയും അറിയുന്നു എന്നും വ്യക്തിപരമായി കാണുന്നുവെന്നും മനസ്സിലാക്കുന്നു എന്നും അറിഞ്ഞുകൊള്ളുക. ഒക്ടോബർ 1-ാം തീയതി തിരുസഭ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പുണ്യവതി പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് ചരിത്ര പുരുഷനായ ഈശോയെയല്ല, മറിച്ച് എന്നെ അറിയുന്ന, എന്നെ തൊടുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ആരെന്നറിയുന്ന, എനിക്കെല്ലാം നൽകുന്ന, എൻ്റെ കൂടെയാകുന്ന ഈശോയെയാണ് എന്ന്. ഈ സന്ദേശമാണ് ഈ തിരുവചനത്തിലും നമുക്ക് ഈശോ നൽകുന്നത്. ഇതാ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന നഥാനിയേലിനെ നോക്കി ഈശോ പറഞ്ഞപ്പോൾ നഥാനിയേൽ അത്ഭുതത്തോടെയാണ് ചോദിച്ചത്, ഈശോ നീ എന്നെ എങ്ങനെയാണ് അറിയുന്നത്? ഈ ദിവ്യകാരുണ്യ ഈശോ നമ്മോട് പറയുക, പ്രിയ മകനെ, മകളെ, ഞാൻ നിന്നെ അറിയുന്നുണ്ട്. നീ ആരെന്ന് എനിക്കറിയാം, നീ എന്താണ് എന്ന് എനിക്കറിയാം, നീ ആരാകുമെന്ന് എനിക്കറിയാം, നിൻ്റെ അവസ്ഥ എന്ത് എന്ന് എനിക്കറിയാം. നമ്മെ പൂർണ്ണമായി അറിയുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നൽകാം. ഒരു പൂർണ്ണമായ സമർപ്പണമാണ് നഥാനിയേൽ നടത്തിയത്. അങ്ങ് ദൈവപുത്രനാണ് എന്ന് നഥാനിയേൽ തിരിച്ചറിഞ്ഞ് അത് വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്. ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മെ പൂർണ്ണമായി അറിയുന്ന, നമ്മുടെ കിടപ്പും ഇരിപ്പും അറിയുന്ന, നമ്മുടെ അവസ്ഥകളെല്ലാം അറിയുന്ന ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ രാത്രിയിൽ അങ്ങ് എനിക്ക് നൽകിയത് ആഴമേറിയ ഒരു അറിവാണ്, സന്ദേശമാണ്. അതായത് നീ എന്നെ അറിയുന്നു എന്ന്, നീ എന്നെ വ്യക്തിപരമായി അറിയുന്നു. ഇതെനിക്ക് വലിയൊരു സന്തോഷമാണ്. എന്നെ വ്യക്തിപരമായി എന്നെ അറിയുന്ന എൻ്റെ ഈശോ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ആനന്ദം നൽകുന്നൊരു കാര്യം. എൻ്റെ ഈശോ എന്നെ വ്യക്തിപരമായി അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൽ പലതവണ ആവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകേണ്ടത്. എൻ്റെ ഈശോ എന്നെ വ്യക്തിപരമായി അറിയുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, എന്നെ അറിയുന്ന ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, നീ എന്നെ ഈ നിമിഷം നിൻ്റെ കരം നീട്ടി എൻ്റെ ശിരസിൽ സ്പർശിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ഓ ദിവ്യകാരുണ്യേശോയെ, ഈ രാത്രിയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ നല്ലൊരു നിദ്ര നൽകുവാൻ ഈശോയെ അങ്ങൻ്റെ കൂടെ ഉണ്ടാകണമേ. എന്നെ അറിയുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, എന്നെ വിശുദ്ധീകരിക്കുവാനായി അങ്ങ് ആഗ്രഹിക്കുമ്പോൾ ദൈവമേ, എൻ്റെ നന്മ മാത്രമാണല്ലോ അങ്ങ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനാൽ എൻ്റെ ഈശോയെ, നീ ആഗ്രഹിക്കുന്ന നന്മകൾ നാളത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും നന്നായി നൽകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.